ജന്തു വരുന്നുണ്ടല്ലോ. മൾട്ടി കളർ പാവാടയൊക്കെ ആയിട്ട് രാവിലെ തന്നെ വെള്ളിയാഴ്ച രാവിലെ എന്നോട് പറഞ്ഞു രാവിലെ എണിച്ചിട്ട് നമുക്ക് നടക്കാൻ പോകാൻ കുറച്ച് തത്വചിന്തകൾ പറയാന്ന് പറഞ്ഞു. തത്വല്ലേ വേറെ എന്തോ ചിന്തകൾ. അപ്പൊ എന്തായാലും രാവിലെ എനിക്ക് അങ്ങനെയൊക്കെ ഇറങ്ങി. ഭർത്താവ് പറഞ്ഞതല്ലേ കേൾക്കാതിരിക്കാൻ പറ്റുമോ? ഇല്ല. പിന്നെ ദേ വാക്സിനേഷൻ എടുക്കാൻ പോവുകയാണ്. അപ്പൊ ഇനി വന്നിട്ട് പനി പിടിക്കുമോ എന്ന് നമുക്കറിയില്ല. പിന്നെ അതിന് മുമ്പ് നല്ല സമയത്ത് സംസാരിക്കാം. ഒരു നല്ല കാര്യമാണ്, നല്ല ചിന്തയാണ്. ഫുൾ ടൈം പറയാൻ പറ്റില്ലെങ്കിലും എന്ത് എപ്പോഴും എല്ലാ കാര്യം പറയാൻ പറ്റില്ലെങ്കിലും എല്ലാ കാര്യത്തിലും പറയാൻ പറ്റില്ലെങ്കിൽ സാന്നിധ്യം ആഗ്രഹിക്കുന്ന ഒരു നല്ല കാര്യമാണ്. എനിക്ക് എന്റെ ഭർത്താവിന്റെ സാന്നിധ്യം എല്ലാ ഭാര്യമാരും ആഗ്രഹിക്കില്ല. സാന്നിധ്യം ഭർത്താവിന്റെ അതാണ് ഇന്നത്തെ ടോപ്പിക്. എല്ലാ ഭാര്യമാരും ആഗ്രഹിക്കോ ഇല്ലയോ? നല്ല രീതിയിലാണ് ഞാൻ ഉദ്ദേശിച്ചത്. നല്ല രീതിയിലാണോ അല്ലയോ എന്നുള്ളൊക്കെ ഇന്നത്തെ ടോപ്പിക്. എന്നെ വെയില് കൊള്ളിച്ച് കറപ്പിക്കാൻ കൊണ്ടുപോണ്. നല്ല എന്റെ സൈക്കിളാണ്. കോടികള് വിലയുള്ള സൈക്കിൾ മാറി അതിലൊന്നും കറിയില്ല. കോടികള് വിലയുള്ള ട്രൗസർ സൈക്കിളല്ല. വെള്ളിയാഴ്ച 8 മണിയായി മോനെ. ഇനി പുറത്തേക്ക് ഭയങ്കര ചൂടാണ് കേട്ടാ. എന്നെ തണലത്ത് ഉണ്ടായില്ല ഞാൻ വർത്താനം പറയുള്ളൂ. നിന്നെ തോണലത്ത് കൊണ്ടുപോയി ഇട്ടാവുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതേ എസ്തർ പെരൽ എന്ന് പറഞ്ഞിട്ടൊരു സ്ത്രീയുടെ മേക്കിംഗ് ഇൻ ക്യാപ്റ്റിവിറ്റി എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. അപ്പോ 2 പുസ്തകങ്ങളുണ്ട്, ദ സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സും മേക്കിംഗ് ഇൻ ക്യാപ്റ്റിവിറ്റി. അത് മേക്കിംഗ് ഇൻ ക്യാപ്റ്റിവിറ്റി വായിച്ചൊരു ഭയങ്കര മനോഹരമായ ഭാഷയാണ്. അപ്പോൾ ഒരു കാര്യം ഞാൻ തിരിച്ചറിഞ്ഞത്, ഞാൻ പ്രണയത്തിലാവുന്നത് ഭാഷയോടാണ്. പണ്ട് മഹാരാഷ്ട്രയില് മഹാദേവിക്കുട്ടി വന്നിട്ട് അവര് സംസാരിച്ചിട്ടുണ്ടല്ലോ, ഒരു സ്റ്റേജിൽ നിന്ന് സംസാരിച്ചപ്പോ അത്രമേൽ മധുരതരമായിട്ട് നമ്മളോട് എന്നോട് മിണ്ടുന്ന പോലെ എന്ന് പറയുന്ന അത്രയും പേഴ്സണലായിട്ട് അത്രയും ഇന്റിമേറ്റ് ആയിട്ട് ഉള്ളൊരു സംഭാഷണം ഒരു സ്റ്റേജിൽ നിന്നുകൊണ്ട് നടത്താൻ പറ്റും. നമ്മുടെയൊക്കെ മനസ്സിലൊരു പ്രഭാഷണം എന്ന് പറഞ്ഞാൽ ആ മൊത്തം ആൾക്കാരെ അടച്ച് ഇത് ചെയ്യുന്നതല്ലേ. ഇത് അങ്ങനെയല്ല. അവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും എന്നോടാണ് ഈ അമ്മൂമ്മ സംസാരിക്കുന്നത്. അല്ലെങ്കിൽ അത്രയും കാഴ്ചയിൽ ഒരു വൃത്തിയാണെങ്കിലും അവരോട് പ്രണയം തോന്നിപ്പോകുന്ന ഒരവസ്ഥ. അത് കോളേജുമാരനായിരുന്ന എനിക്ക്. അപ്പൊ അതുപോലെയാണ് ഈ മേക്കിംഗ് ഇൻ ക്യാപ്റ്റിവിറ്റിയിലെ ഭാഷ. പറഞ്ഞു വന്നത് ഭാഷ മാത്രമല്ല, അതിൽ അവര് സംസാരിക്കുന്ന അല്ലെങ്കിൽ പ്രതിപാദിക്കുന്ന വിഷയം സെക്ഷുവാലിറ്റിയും ഇതുകളൊക്കെയാണ്. കല്യാണം കഴിഞ്ഞിട്ടുള്ള ഭർത്താവും ഭാര്യയും തമ്മിലുള്ള അതിലുള്ള പ്രശ്നങ്ങളാണ് മേക്കിംഗ് ഇൻ ക്യാപ്റ്റിവിറ്റി. മറ്റേതിൽ എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ മാരിറ്റൽ അഫയേഴ്സ്. രണ്ടും പക്ഷെ രണ്ടിനും വളരെ കാരുണ്യത്തോടെ ഒരുപാട് ആഴമുള്ള സംസ്കാരവും കൾച്ചറും ഒക്കെ ആയിട്ട് ഇടചേർന്ന് എടുക്കുന്ന. ഇപ്പൊ നമ്മള് ഇന്ത്യക്കാരനാവാം, കേരളീയനാവാം, പെരിഞ്ഞത്തുള്ളവനാവാം, മുളമ്പിലുള്ളവനാവാം, ഇതൊക്കെ ആണെങ്കിലും ലോകത്ത് പതിലെടുത്ത് ചെതറിക്കിടക്കുന്ന ആളുകളുടെ ആ കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ടുകളുടെ പൊട്ടും പൊടിയൊക്കെ ഉണ്ട്. നമ്മള് ഇവിടെ ജനിച്ചതുകൊണ്ട് ഈ കൾച്ചറിന്റെ ഭാഗമാണെന്നല്ലേ, നമ്മള് ഒരു ലോകസന്തതി തന്നെയാണ്. അപ്പൊ എനിക്ക് അത് വായിച്ചു തുടങ്ങിയപ്പോ തോന്നിയത് ഇതിലുള്ള സ്ത്രീകളുടെ പല ഇൻഹിബിഷൻസും ഉള്ള ഒരാളാണ് ഞാൻ. ഇതിലുള്ള ബന്ധത്തില് പുരുഷനാണെങ്കിലും മോസ്റ്റ് ഓഫ് ദ ഇൻഹിബിഷൻസ് സ്ത്രീകൾക്കുള്ളത് എനിക്കുണ്ട്. വീണൊക്കെയാണെങ്കിൽ നേരെ തിരിച്ച് ഒരു ഇൻഹിബിഷൻസും ഇല്ലാത്ത ഒരാളായിട്ട് എനിക്ക്. അപ്പൊ അതൊരു ഭയങ്കര ഉൾക്കാഴ്ചയായിട്ട് തോന്നി. രസമുള്ള എന്തോന്നുമുണ്ട് അത് ശരിക്കും. അല്ല അപ്പൊ അതില് ചില സമയത്ത് മൗനമാണ് വിദ്വാനുഭൂഷണം. അല്ല അപ്പൊ എനിക്ക് ഒരു കാര്യം തോന്നിയെന്ന് പറഞ്ഞാല് ഈ എന്താ പറയാ നമ്മുടെ നല്ല തണല് വീണ് ഞങ്ങളെ പഴയ വീട് ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റും. ഇതാണ് നമ്മളെ ഗ്രീൻ പാർക്ക് കേട്ടോ. ഞാൻ പറയാറുള്ളത് ഈ പാർക്ക് അവന്യൂവിന്റെ അടുത്തുള്ള ഈ സർക്കിൾ സിമ്പിൾ ഫുഡിന്റെ അടുത്തുള്ള ഗ്രീൻ പാർക്ക്. കാണുന്നുണ്ടോ ബാക്കിൽ കണ്ട ഗ്രീൻ പാർക്ക്? ഇതാണ് നമ്മളെ 10 വർഷമായിട്ട് ഞാൻ ഇവിടെ നിന്നാണ് കേട്ടോ സാധനങ്ങളൊക്കെ വാങ്ങിക്കാറില്ല. 10 വർഷത്തെ കണക്ക് ഞാനൊരു ശരിക്കും OSS വന്നൊരു 10 വർഷമായതുകൊണ്ട് അന്ന് തൊട്ട് ഇന്ന് വരെ നമ്മൾ കട മാറ്റിയിട്ടില്ല. പിള്ളേരൊന്നും വന്നിട്ടുണ്ടാവില്ല. സമയം 8 മണിയായിട്ടുള്ള വന്നു. അങ്ങനെ ഞാൻ നന്ദുവിനെ പ്രസവിച്ച് വന്ന സമയത്ത് 1 വർഷം ആ ബിൽഡിങ്ങിൽ ബാക്കിൽ കാണുന്ന ബിൽഡിങ്ങിലാണ് താമസിച്ചത്. അവിടെയാണ് ഞങ്ങൾ പറഞ്ഞത് ഭയങ്കര ഫുൾ ഗ്ലാസും
പിന്നെ കറണ്ട് ബില്ല് കൂടുതലും വാടക കൂടുതലും എന്നൊക്കെ പറഞ്ഞു ഇവിടെ ജാഞ്ചേട്ടൻ പ്രശ്നം ഉണ്ടാക്കില്ല. അങ്ങനെ ഒരു വർഷം താമസിച്ചിട്ട് ഒരു കൈപ്പേറി അനുഭവത്തിൽ നിന്ന് ഞങ്ങൾ പിന്നെയാണ് ചെറിയ വീട്ടിലോട്ട് മാറിയത്. അതൊരു നല്ല കാര്യമായിരുന്നു അല്ലേ? ആ, ജീവിതത്തിൽ പഠിക്കുന്ന പാഠങ്ങളിലെ ഏറ്റവും പാഠങ്ങളിലൊന്ന് വലിയ വീടും ഗ്ലാസും ഇതൊന്നല്ല. അത് ആദ്യം ഞങ്ങൾ രണ്ടുപേരും അത് കണ്ടപ്പോൾ മയങ്ങി വീണ് പോയി എന്നുള്ളതാണ്. പിന്നെ ഇവിടെ ഫുൾ പച്ചപ്പും നടക്കാനും അങ്ങനെ ഒരു നല്ലൊരു ഏരിയ ആയിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഇങ്ങനെ മരങ്ങളും പച്ചപ്പൊക്കെ ഉള്ള ഒരു സ്ഥലം കാണുന്നത് ആദ്യമായിട്ടാണ്. നമ്മള് ഈ പൊട്ടൻ ബിസ്ക്കറ്റ് കണ്ട ഞങ്ങള് ഗിസൈസിൽ നിന്ന് ഇവിടേക്ക് വന്ന് ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇവിടെ നടക്കുമായിരുന്നു പ്രാന്തായിട്ട്. അത് കഴിഞ്ഞിട്ടാണ് ഈ വീട്ടിലോട്ട് മാറിയത്. ഞങ്ങൾ 6ാമത്തെ നിലയിൽ ഏതായിരുന്നു ഇവിടെ? നമ്മുടെ 9ാമത്തെ നിലയിലായിരുന്നു അല്ലെ, 906. അങ്ങനെ വീടൊക്കെ നല്ലായിരുന്നെങ്കിലും സമാധാനം എന്ന് പറഞ്ഞ സംഭവം അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു നമുക്ക് ഏറ്റവും വലുത് സമാധാനവും സന്തോഷമാണ്. അതുകൊണ്ട് പിന്നെ ആദ്യം എനിക്ക് വിഷമം ഉണ്ടായിരുന്നു കേട്ടോ. വീട് മാറിയപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീട്ടിൽ താമസിച്ചിരുന്നപ്പോൾ അറിയാലോ കുഞ്ഞടുക്കളയായിരുന്നു. അപ്പൊ ഇവിടെ ഭയങ്കര വലിയ അടുക്കളയായിരുന്നു. അപ്പൊ അവിടെ നിന്ന് മാറിയതിന്റെ യൂട്യൂബ് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഓടി കളിക്കാനുള്ള അടുക്കളയും നന്ദുമോൻ ചെറുതായിരുന്നല്ലോ. അപ്പൊ ഇവിടെ വന്നിട്ട് നവി ബസ് കയറിയിരുന്നത് ഫുൾ വില്ലാസ്. ഇവിടെ ഒരു സ്പിന്നീസ് ഉണ്ടായിരുന്നു, ഇപ്പൊ അത് അടച്ചു. അപ്പൊ അവിടേക്ക് പോയി സാധനം വാങ്ങിക്കലും നടക്കലും വൈകുന്നേരം. പിന്നെ ഇവിടെ ടെന്നീസിന് നവി പോവായിരുന്നു, ടെന്നീസ് കോച്ചിങ്ങിന്. അങ്ങനെ ഒരു വർഷം അടിപൊളിയായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ ചേട്ടന്റെ എണ്ണിപ്പറക്കലും രാത്രി എന്റെ കരച്ചിലൊക്കെ ആയപ്പോ പിന്നെ ഞാൻ വിചാരിച്ചു ഇത് മുന്നോട്ട് പോയി ഞങ്ങള് അടിച്ചു പിരിഞ്ഞു പോകും. ചുരുങ്ങാം. അതാണ് ജീവിതത്തില് പൊങ്ങലും ചുരുങ്ങലും ഒക്കെ വേണം അല്ലേ? അല്ല, അതെനിക്ക് പറയാനുള്ളത് നമുക്ക് നമ്മൾ പറയില്ലേ അങ്ങനത്തെ ഒരു കൈപ്പേറിയ അനുഭവത്തിൽ കൂടെ കടന്നു പോയത് കൊണ്ടാണ് നമുക്ക് അതിന്റെ വാല്യൂ മനസ്സിലാവുന്നത്. വലിയ വലിയ പല ഡിസിഷൻസ് എടുക്കുന്നതിന് മുമ്പ് ഒരുപാട് ആലോചിക്കും. അതെ, ഇപ്പൊ നമ്മള് ഞങ്ങള് വെറുതെ ഇങ്ങനെ തമാശക്ക് വില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും നമ്മള് വേണ്ടാന്ന് വെച്ചുള്ളൊരു മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്. നമ്മള് വലിയ വില്ല എടുത്ത് അതിൻ്റെ ഉള്ളിൽ താമസിക്കുമ്പോൾ ഒന്നാമത് നാട്ടിലത്തെ പോലെ തന്നെ ഇപ്പൊ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള കാര്യം, നാട്ടില് ചിലപ്പോൾ മുകളിലത്തെ റൂമിൽ പോയി കഴിഞ്ഞാൽ കുറേ അവിടെ മുകളിലത്തെ റൂമിൽ അപ്പോൾ റിലേഷൻസ് അങ്ങനെ ഒതുങ്ങി പോണ പോലെ തോന്നി. ഇവിടെ ചില 2 ബെഡ്റൂം ഉണ്ട്, എല്ലാം അടുത്തടുപ്പിച്ചാവുമ്പോൾ എല്ലാവരും ഒരു റിലേഷൻ എല്ലാവരും എപ്പോഴും കാണലും പിടിക്കലും അങ്ങനെയൊക്കെ അതൊരു അതെ അല്ലെ. അപ്പൊ വലിയ വീട്ടിൽ താമസിക്കുന്ന മോശം എന്നല്ല ഞാൻ പറഞ്ഞത്. അപ്പൊ നമുക്കിപ്പോ ഹാപ്പിയാണ്. അപ്പൊ ഹാപ്പിനെസ് ഉള്ളിടത്തോളം കാലം അത് മുന്നോട്ട് പോട്ടെ. അല്ലെങ്കിൽ ഇനി അടുത്ത ചെറിയൊരു വീട്ടിലോട്ട് ഒറ്റമുറിയിലോട്ട് ചുരുങ്ങുന്നതിനെ കുറിച്ച് എന്താ? ഇപ്പൊ എനിക്ക് തൽക്കാലം ചുരുങ്ങാൻ പറ്റില്ല. എല്ലാരും കൂടെ ഈ കൂട്ട് ബോംബെയിലൊക്കെ അല്ല, അങ്ങനത്തെ ഒരു ആവശ്യം വന്നാൽ ഞാൻ ചെയ്യും. പക്ഷെ ഇപ്പൊ ആവശ്യമില്ല. നല്ല മരം നമ്മളെ ആല് ഈ മരം നമ്മളുള്ളപ്പോ ഇവിടെ ഉണ്ടായിരുന്ന കുഞ്ഞായിരുന്നു. ഇപ്പൊ വലുതായി പോയി ചേട്ടൻ. നമ്മള് 10 വർഷമായി മോനെ. 10 വർഷത്തിന്റെ വലിപ്പം. 10 വർഷം കൊണ്ട് ഈ ആല് ഇത്ര വലുതായില്ലേ? ആലെന്ന് പറയുമ്പോ എനിക്ക് അപ്പൊ കൃഷ്ണനെ ഓർമ്മ വരും. എന്നിട്ട് തറയില്ലല്ലോ. തറ ആലിന്ന് ഞാൻ എടുക്കുന്ന ഒരു വള്ളിയില്ല, അതൊന്നും ഇല്ല. ഇതെന്താ ഈ ദുബായിലെ ആലിന് അതൊന്നും ഉണ്ടാവില്ല. ആലിന്റെ ഇത് കണ്ടോ, ആലിന്റെ കായ വിത്തണം വീട്ടിൽ കൊണ്ട് പറഞ്ഞു വന്ന ഇത് മാറിയില്ലെങ്കിലും ഇപ്പൊ ഇവിടേക്ക് രാത്രി നടക്കാൻ വന്നാൽ രസമൊക്കെ ഉണ്ട്. ലൈറ്റ് ഒക്കെ ഇട്ടുണ്ടെന്ന് പറയായിരുന്നു. അപ്പൊ വീണ ചോദിച്ചു അവരുടെ വീട്ടിലല്ലേ ലൈറ്റ് ഇട്ടേക്കുന്നത്. അപ്പൊ ഞങ്ങള് ഇവിടേക്ക് താമസം മാറിയപ്പോ എന്റെ മനസ്സിലുള്ള ഫസ്റ്റ് കാൽക്കുലേഷൻ എന്താണെന്ന് അറിയോ? ഈ പച്ചപ്പിനൊക്കെ വല്ലവരാണ് വെള്ളം ഒഴിക്കുന്നത്, ഈ ലൈറ്റിനൊക്കെ കാശ് കൊടുക്കുന്ന വല്ലവരാണ്. നമ്മള് പൈസ കൊടുക്കണ്ട. നമ്മളൊരു ഫ്ലാറ്റ് എടുത്തിട്ട് ഇവിടെയൊക്കെ താമസിച്ചാൽ ഈ അന്തരീക്ഷം ഒരു പണക്കാരൻ സ്വന്തമാക്കാൻ പറ്റില്ല. അന്തരീക്ഷം എല്ലാവർക്കും ഉള്ളതാണ്. സന്തോഷം നമ്മുടെ മനസ്സിൽ നിന്ന് വരുന്നതാണ്. ഇന്നേറ്റ് എടുക്കുന്ന പോലെയാണ്. നമ്മൾ ഇതിൽ കൂടെ ഒക്കെ നടക്കുമ്പോൾ നമ്മൾ ഹാപ്പിയാണ്. അത് ഹാപ്പിയാ. ഇത് നമ്മുടേതായാലും ഹാപ്പി ആവുള്ളൂ എന്നൊന്നുമില്ല. പണ്ട് ഇതേപോലെ ഇവിടെ വണ്ടി പാർക്ക് ചെയ്ത് നടക്കുമ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ കളിയാക്കി ദൈവം ചിലക്ക് പ്രാന്താന്ന് പറഞ്ഞു. പിന്നെ നമ്മള് സിലിക്കൺ വാലി വിട്ട് പോയിട്ടില്ല. ഞങ്ങൾ ഇവിടെ അങ്ങ് അഡിക്റ്റ് ആയി പോയി. ഇവിടെ വീടെടുത്തു, ഇവിടെ താമസിക്കാൻ തുടങ്ങി. ഇതൊരു നാടായി. ഇവിടെ എത്തുമ്പോഴാണ് വീട് എന്നുള്ള ഫീല് വരുന്നത്. വേറെ ഏത് സ്ഥലത്ത് പോയാലും നമ്മള് കൊറേ കാലം താമസിക്കുമ്പോ അവിടെ അത് നമ്മുടെ സ്വന്തമാവും. അപ്പൊ നടന്നോളൂ. അപ്പൊ അതൊക്കെയാണ് പറഞ്ഞു തന്നെ. അപ്പൊ നമ്മള് മേറ്റിംഗ് ഇൻ ക്യാപ്റ്റിവിറ്റിയില് ഇത് അല്ല ഇൻക്യുബേഷൻസിന്റെ കാര്യം പറഞ്ഞു വന്നപ്പോ എന്താ പറഞ്ഞു വന്നെ? കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ആ ബന്ധത്തിൽ ഉറച്ചു നിൽക്കാൻ അല്ലെങ്കിൽ അതിനൊരു സ്റ്റെബിലിറ്റിക്ക് വേണ്ടി അവള് അതിന്റെ ഫോട്ടോ എടുക്കാൻ പോയി. സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയാണ് ഒരു കുഞ്ഞ് ആദ്യം ജീവിതത്തിൽ വേണം എന്നുള്ള ഒരു ഇത് വരുന്നത്. കാരണം അല്ലെങ്കിൽ വേലി ചാടി പോവാൻ ഒരുപാട് സാധ്യത. അല്ല അതിനുശേഷം
കുഞ്ഞുള്ള ആൾക്കാരും ചാടുന്നുണ്ട്. ഇപ്പൊ എനിക്ക് തോന്നിയിട്ട് ചാടാൻ. അല്ല, അപ്പൊ അത് നമ്മളെന്താന്ന് നമ്മൾ മനസ്സിലാക്കി അതിനുള്ള നമ്മുടെ ജീവിതം എങ്ങനെയായിരിക്കണം എന്നുള്ളൊരു ധാരണ നമുക്ക് വന്നതിന് ശേഷം അതിനുള്ള ഇതുകൾ നമ്മൾ ഒരുക്കുക. സ്ട്രാറ്റജിക് ഡയമെൻഷൻസ്, അത്രേ ഉള്ളൂ. അല്ല, പറഞ്ഞിട്ട് പോയാ മതി. അങ്ങനെയാണ്. പ്രോമിനൻസ് എപ്പോഴും ഒരു അച്ഛൻ ഭാവത്തിനായിരുന്നു. അപ്പൊ ഒരു അച്ഛൻ ഭാവത്തിന് വരുമ്പോ പലപ്പോഴും ഭർത്താവാണെന്നെ ഭാര്യ ഇരിക്കുന്ന സമയത്ത് ഞാൻ അച്ഛനാവപ്പെടുന്ന ഒരാളെ ഉദ്ദേശം മനസ്സിലായില്ലേ പറഞ്ഞത്. അപ്പൊ അതിന് പ്രാമുഖ്യം വരുമ്പോ പലപ്പോഴും വഴക്കുകൾ അതിന്റെ പേരില് അല്ലേ. ഇപ്പോഴും കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ എസ്തർ പെരലിന്റെ ഇതിൽ വായിച്ചപ്പോ പല അമ്മമാർക്കും ആ ഒരു ഇത് വരുന്നുണ്ട്. കാരണം കുട്ടികൾ വന്നിരുന്നു, ആ ഒരു ഇതനുസരിച്ച് ശരീരം മാറുന്നു, അതനുസരിച്ച് അവരുടെ കാര്യങ്ങൾ ഇപ്പം അവരുടെ കുട്ടികളുടെ കളികളും ഇതൊക്കെ അവർ പ്ലാൻ ചെയ്യുന്നു. ജീവിതത്തിൻ്റെ വലിയ ഭാഗം കുട്ടികൾ അത് കാണിക്കാൻ കൊണ്ടുപോകും, ഇത് കാണിക്കാൻ പോകുമ്പോൾ അവരുടെ അങ്ങനെ ഒരു ഇതായിട്ട് ഇപ്പം ഞാനത് വായിച്ചപ്പോഴാണ് ഓർത്തത്. നമ്മൾ ഒരു വലിയ പ്രായമാവുന്നവരെ ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു അവന് 8 വയസ്സാവുന്ന വരെയോ മറ്റോ നമ്മൾ കുട്ടികളുടെ സിനിമകൾ മാത്രം കണ്ടിരുന്ന ഒരു അച്ഛനമ്മയായിരുന്നു അല്ലേ. എപ്പോഴും തിയേറ്ററിൽ പോയി കണ്ടിരുന്ന മുഴുവൻ കുട്ടികളുടെ സിനിമ. ഒരൊറ്റ എനിക്ക് തോന്നുന്നു വന്നതിന് ശേഷം പഴശ്ശിരാജ് അങ്ങനെയാണ് ആദ്യമായിട്ട് തിയേറ്ററിൽ കുട്ടികളുടേതല്ലാത്തൊരു സിനിമയ്ക്ക് പോകുന്നത്. നന്ദുവിനൊന്നും പിന്നെ നമ്മൾ ഡോൺ കെയർ ആയിരുന്നു. ഒരച്ഛനായിട്ട് അല്ലേ, രണ്ടാമത്തെ അച്ഛനാകുമ്പോൾ ഒരു എക്സ്പീരിയൻസ് വാസ് വെരി ഡിഫറെൻറ്റ്. അപ്പോൾ പല ഇതുകളിലും എനിക്ക് ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് അവരുടെ എഴുത്തിനോട്. മറ്റേ പാർട്ട്ണർ അങ്ങനെ ചിന്തിക്കുന്ന ആളാവുന്നില്ല. എൻ്റെ കാര്യത്തിലും അങ്ങനെയാണ്. മറ്റേ പാർട്ട്ണർക്ക് അങ്ങനെ ഇൻഹിബിഷൻസ് ഇല്ലാത്ത ഒരാളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതൊരു ഭാഗ്യമാണ് ചിലർക്ക്. ആ ഒരു കോമ്പിനേഷൻ വന്നാണ്. അല്ലെങ്കിൽ രണ്ടാളും രണ്ടു വഴിക്ക് എപ്പോഴേ പോയേനെ. ഒരു അമ്മ എന്നുള്ള കടമ ഞാൻ നന്നായിട്ട് നിർവഹിക്കുന്നുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അമ്മയാവണം, അമ്മ മാത്രമായിട്ട് ഒതുങ്ങി പോകാൻ പാടില്ല. ഭാര്യക്ക് ഭാര്യ. അല്ല, അതിപ്പോ എനിക്ക് വീണയുടെ ഒരു ഇത് തോന്നിയിട്ടുള്ള കൂട് വിട്ട് കൂടുമാറാൻ യാതൊരു ബുദ്ധിമുട്ടില്ലാത്ത ഇപ്പൊ അവിടെ ഉള്ള ഒരാളെ അതില്ലേ ഇവിടേക്ക് കയറുമ്പോ ഇങ്ങനെ മാറാൻ പറ്റുന്നതായിരിക്കും. ഇപ്പൊ അനുവിന്റെ അടുത്തുള്ള വീണയല്ല പ്രീതിയുടെ അടുത്തുള്ള വീണ, പ്രീതിയുടെ അടുത്തുള്ള വീണയല്ല ഇവിടേക്ക് വരുമ്പോ ഒരു എനിക്ക് ഏതൊക്കെ ഇതുകളിൽ എന്ന് വിട്ടാലും ഒരു അന്തർലീനമായിട്ട് ഒരേ വ്യക്തി, അതിൽ നിന്ന് അതിൻ്റെ ഒരു ചെറിയ വേരിയേഷൻസ് അല്ലാതെ പെട്ടെന്ന് ഇങ്ങനെ ഒരു നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ നമ്മുടെ ഓരോ ആഗ്രഹങ്ങൾ പുറത്തു വരുന്നതാണ്. അനുവിന്റെ കൂടെ ആകുമ്പോ ഞാൻ ഓൾവേസ് ഒരു കോളേജിൽ പഠിക്കുന്ന ഒരു ചിലപ്പോ എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത എന്നാലും ഞാൻ പിന്നെ വിചാരിക്കും 2 ദിവസമല്ലേ എന്തെങ്കിലും ആവട്ടെ. നല്ല കിളി. അപ്പോ ഞാൻ ആഗ്രഹിക്കുന്ന വെച്ചാൽ എന്റെ 17 വയസ്സ് മുതല് അനു എന്റെ കൂടെ ഉണ്ടായിരുന്നു. അനുവിനെ എനിക്കറിയാം, അന്ന് മുതലുള്ള ഒരു ബന്ധമാണ്. അപ്പോ ഞങ്ങൾക്ക് ഷെയർ ചെയ്യുന്ന പല കാര്യങ്ങളും അതിപ്പോഴും അവളെ കാണുമ്പോ ഞാൻ പറയും പറഞ്ഞ പറയണം. എനിക്കതിപ്പോ പറ്റില്ല. എന്റെ ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ 2-3 പ്രാവശ്യം ഗെറ്റ് ടുഗദറിന് പോയിട്ട് പിന്നെ നിർത്തിയിട്ടുണ്ട്. അല്ല, എനിക്കതാണ് ഇപ്പൊ ഫ്രണ്ട്സിന്റെ അടുത്ത് പോകുമ്പോ 17 വയസ്സ് മുതലുള്ള ബന്ധങ്ങൾ എന്ന് പറയുമ്പോ ആ ഒരു ലെവലിലോട്ട് നമ്മൾ തിരിച്ചു പോകുന്ന ഒരു അനുഭവം ഉണ്ട്. അത് ഒരു തവണ ഞാൻ എൻജോയ് ചെയ്തു, 2 തവണ എൻജോയ് ചെയ്തു, 3 തവണ ഞാൻ എൻജോയ് ചെയ്യുന്നില്ല. 3ാമത്തെ തവണ എനിക്ക് ആ തിരിച്ചു പോക്ക് സാധ്യമല്ല. അല്ല, ഞാൻ അതിന് താങ്കളെ കുറ്റം പറയല്ല. എനിക്ക് ഇപ്പൊ എന്റെ പല ഫ്രണ്ട്സുമായിട്ടും അവര് സംസാരിക്കുന്ന തലങ്ങൾ നമ്മൾ ഈ സീൻ പണ്ടേ വിട്ടതാണ്. ഇനി ഇവിടെ വിട്ട് മറ്റേ ബിലാൽ പറയുന്ന പോലെ ഇങ്ങോട്ട് തിരിച്ചു വരാൻ നമുക്ക് താല്പര്യമില്ല. എന്റെ ഇന്നലകളിൽ എന്നെ ഞാൻ ഉപേക്ഷിച്ചതാണ് പലതും. ഉപേക്ഷിക്കാൻ പറ്റില്ല. എന്റെ കോളേജ് കുമാരിയായിരിക്കുന്ന പ്രായം എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ല. എന്റെ ഒരു മകളാണെന്നുള്ള പ്രായം ഉപേക്ഷിക്കാൻ. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മളെ ഏറ്റവും വലിയ വ്യത്യാസങ്ങളിലൊന്നാണ്. ഭയങ്കര ഒരു അസറ്റാന്ന് പറയാം താങ്കൾക്ക്. അത് ഞാൻ വലിയ അസറ്റും അതൊന്നുമല്ല. ഞാൻ പറയുന്നത് നമ്മളെങ്ങനെയാണ്. കാരണം നമ്മളെപ്പോഴും ഒരേപോലെ, ഞാൻ പറയട്ടെ, ഇപ്പൊ കരഞ്ഞിരിക്കുന്ന ഒരാള് എപ്പോഴും അല്ലെങ്കിൽ ഇങ്ങനെ ദേഷ്യപ്പെട്ട് മുഖം മുറിപ്പിച്ചിരിക്കുന്ന ചില ആൾക്കാരുണ്ട്. എവിടെ പോയി കഴിഞ്ഞാൽ ആ ഫേസ് മാറ്റൂല. ചിരി എന്ന് പറഞ്ഞാൽ ചിരിക്കാൻ അറിയാത്ത പല ആൾക്കാരും എനിക്കറിയാം. അപ്പൊ ഞാൻ ഒന്ന് ചിരിച്ചൂടെ. നമ്മൾ പലപ്പോഴും ചമ്മിയിട്ടുണ്ട് പലവരടുത്തും ചിരിച്ചിട്ട് തിരിച്ച് ചിരിക്കാത്തൊരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇപ്പൊ മോഹൻലാലിന്റെ മറ്റേ പരസ്യത്തിലൊക്കെ പറയുന്ന പോലെ ചിരിക്കുക, ഒരാളെ ചിരിപ്പിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിൽ പരം വേറെ ഒന്നും ഇല്ലാന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതായത് അതൊരു വലിയ കാര്യമാണ്. ശരി, അത് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഈ ജിത്തു ജോസഫിന്റെ ഒരു ഇന്റർവ്യൂല് അദ്ദേഹം പറയുന്നുണ്ട്, ഒരു തമാശ സിനിമ ചെയ്യാന്ന് പറഞ്ഞാൽ അതിന്റെ അത്ര ഇപ്പൊ ആ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമില്ല. ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഏകദേശം
ഇതിലെന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ഇതിലുണ്ട്. അപ്പോൾ അതൊക്കെ കേട്ടപ്പോഴാണ് പ്രിയദർശനോട് ഒരു ബഹുമാനം തോന്നിയത്. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ നമ്മള് മാക്സിമം എവിടേക്ക് പോകുന്നു, ആരോട് സംസാരിക്കുന്ന അവരുടെ മിറർ ചെയ്യാന്ന് പറയത്തില്ലേ. അപ്പൊ അവരുടെ സന്തോഷം, അവർക്ക് ഞാൻ ചിരിച്ച് സംസാരിക്കുന്ന എനിക്ക് ഇഷ്ടമല്ല. വീണ ചേച്ചി എന്ന് പറയുമ്പോ അല്ലാതെ പറയൂ എന്തുണ്ട് വിശേഷം അങ്ങനെ പറയുന്നതല്ല ഇഷ്ടം. അവർക്ക് അവരുടേതായ ഒരു ചേച്ചിയായിട്ട് മാറണം ഞാൻ, എന്നാലല്ലേ അവർക്ക് ഞാൻ അതൊരു വലിയ കഴിവാണ് കേട്ടോ. അല്ല, നീ ആ മിറർ എന്നുള്ള പരിപാടി പറഞ്ഞപ്പോഴാണ് ഇപ്പൊ ഓരോ സന്ദർഭത്തിലും ചെല്ലുമ്പോൾ മിറർ ചെയ്യാന്നുള്ളത് മനുഷ്യന്റെ നാച്ചുറൽ ടെൻഡൻസിയാണ്. ഇപ്പൊ ഞാനൊരു സെയിൽസ് കോളോ അല്ലെങ്കിൽ ഒരു ഇതിലോ പോകുമ്പോ ആദ്യം നമ്മൾ നാച്ചുറലി ചെയ്യുന്ന മിററിംഗ് ആണ്. പക്ഷെ എനിക്ക് പിന്നീട് തോന്നിയിട്ടുള്ളത് ഫ്രെയിമിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൺസെപ്റ്റ്. മിറർ പോലെ തന്നെയാണ് ഫ്രെയിമിംഗ്. ആൾക്കാരൊരു ഫ്രെയിം ഉണ്ടാക്കി വെച്ചിട്ട് ആ ഫ്രെയിമിന്റെ ഉള്ളിലാണ് ലോകം എന്ന് നമ്മളെയൊക്കെ ധരിപ്പിക്കാൻ തുടങ്ങും. അപ്പൊ മിറർ ചെയ്യുമ്പോൾ അവരുടെ ഫ്രെയിമിലോട്ട് നമ്മളങ്ങ് വീണു കൊടുക്കണം. സെയിൽസ് ടാക്ടിക്സിൽ എപ്പോഴും പറയുന്നതാണ് അവരുടെ ഫ്രെയിം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനും വലിയൊരു ഫ്രെയിം അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ അവിയുടെ കാര്യം പറയാൻ ടീച്ചർമാര് വിളിച്ചിട്ട് എന്നെ ചീത്ത പറയും, നിങ്ങൾ അച്ഛൻ എന്നുള്ള നിലയിൽ ടീച്ചർമാരോടുള്ള മീറ്റിംഗ്സ് ഒന്നും അറ്റൻഡ് ചെയ്യുന്നില്ല, അതിന് വരുന്നില്ല, ഇങ്ങനെയാണോ ഒരു അച്ഛൻ പെരുമാറുണ്ട്. അപ്പോൾ ഞാൻ ടീച്ചർ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ അന്ന് ഒരു സോഷ്യൽ ഇൻട്രാക്ഷൻ്റെ കാര്യത്തിൽ അവയെ കുറിച്ച് എനിക്ക് യാതൊരു ഇതുമില്ല. ഹീ ഈസ് എ സോഷ്യൽ ബട്ടർഫ്ലൈ. അപ്പോൾ നിങ്ങളുടേതായ പരിമിതികൾ കൊണ്ട് ആ കുട്ടീനെ ഇത് ചെയ്തിട്ട് കാര്യമില്ല. ബിക്കോസ് ഐ ഡോണ്ട് ബിലീവ് ഇറ്റ് ആൻഡ് ഐ ഡോണ്ട് ഫിറ്റ് ഇൻ ടു ദ പാരന്റ് ദാറ്റ് യു വാണ്ട് മീ ടു ബി. ഞാനൊരു ഹെലികോപ്റ്റർ പാരന്റ് അല്ല. ഞാൻ അവന് എല്ലാ അനുഭവങ്ങളും വേണം, എല്ലാ ഇതുകളും വേണമെന്ന് ചിന്തിക്കുന്ന ഒരു പാരന്റാണ്. സ്കൂൾ എന്നുള്ളത് ജീവിതത്തിന്റെ വളരെ തുച്ഛമായ, ഇറ്റ്സ് എ വെരി സ്മോൾ കമ്പോണന്റ് ഓഫ് യുവർ ലൈഫ്. നമ്മുടെ ജീവിതത്തിന്റെ ഭാഗങ്ങൾ തീരുമാനിക്കേണ്ടത് അവനാണ്. അതിൽ സ്കൂൾ അവന് ഒരു ഇന്റഗ്രൽ പാർട്ടാണ്, ബട്ട് ഇറ്റ്സ് നോട്ട് എവറിത്തിങ്. അപ്പോൾ ആ എക്സ്പീരിയൻസ് വേണം. ആ എക്സ്പീരിയൻസ് അവനെ അനുഭവിക്കാനുള്ള ഇതുകൾ അവന് ഞാൻ വിട്ടുകൊടുത്തിരിക്കുന്നു. നമ്മൾ 10-17 വയസ്സ് തൊട്ട് ഫ്രെയിംസ് ബ്രേക്ക് ചെയ്യും, ഫ്രെയിംസ് ക്രിയേറ്റ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ അവിടെ അങ്ങനെയുള്ള ഒരു മെൻറ്റാലിറ്റി ഉള്ള ഒരാൾക്ക് ഈ മിററിങ് തുടക്കത്തിൽ ചെയ്തു വരുമ്പോൾ അവർ വിചാരിക്കും, ഓ ഇയാൾ എൻ്റെ ഫ്രെയിമിലേക്ക് പെട്ടു, അവർ വിചാരിക്കും. എന്നിട്ട് അതിൽ ബിൽഡ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഉടനെ തന്നെ അത് ബ്രേക്ക് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ ഇറ്റ്സ് ലൈക്ക് അക്കാഡമിക്സ് മാത്രമാണ് ജീവിതം എന്ന് ചിന്തിക്കുന്ന, അല്ലെങ്കിൽ അതങ്ങ് ഇടിച്ച് ഞാൻ പറയും ആ മാർക്കറ്റിംഗ് വേണ്ട. അക്കാഡമിക്സ് അല്ലാതെ ജീവിതം കരുപ്പിടിപ്പിച്ച ഒരാളെന്ന നിലയിൽ എനിക്ക് പറയാം. ബിക്കോസ് ബുദ്ധിയുള്ളവന് മാത്രം ജീവിക്കാനുള്ളതല്ലല്ലോ ലോകം. ബുദ്ധിയും വേണം, മറ്റു കാര്യങ്ങളും ഒരുപാട് ഇതുകൾ വേണം. ആൻഡ് ഇറ്റ്സ് എ ഡിഫറെൻറ്റ് സ്കിൽ സെറ്റ്. ഇപ്പോൾ താങ്കൾ പറഞ്ഞ പോലെ നിനക്ക് ആ മിററിംഗ് ആണ് നിന്റെ ഏറ്റവും വലിയ അസറ്റ്. ഇപ്പോൾ നിന്നോട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സമൂഹത്തെ വാർത്തെടുക്കാനും അവർ വീണ ചേച്ചിയെ കേൾക്കാനായി കാത്തിരിക്കുന്നതും അവർ പല കാര്യങ്ങളും, ഇപ്പോൾ ഈവൻ താങ്കളുടെ എൻ്റെ കഥയാണെങ്കിലും അല്ലെങ്കിൽ കുക്കിംഗ് ആണെങ്കിലും അല്ലെങ്കിൽ ആളുകൾക്ക് വിവരണാതീതമായ എന്തൊക്കെയോ കണക്ഷൻസ് അവിടെ സ്ഥാപിക്കപ്പെടുന്നു. ഇപ്പോൾ എൻ്റെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നു എല്ലാ കണക്ഷൻസും ബ്രേക്ക് ചെയ്തിട്ട് വേറൊരു ലെവൽ ഇവിടെ നമുക്ക് കോപ്പറേറ്റ് ചെയ്യാം, ഇവിടെ ആണെങ്കിൽ മതി എന്ന് പറയുന്ന ഒരു ഇതാണ്. എനിക്ക് ഇതിൽ നിന്ന് വേറെ ഒരു സ്ഥലത്തേക്ക് പോകണം, അവിടെ എൻ്റെ കൂടെ വരാൻ നിങ്ങൾക്ക് സാധ്യമാണോ എങ്കിൽ എൻ്റെ കൂടെ നടക്കാം, അല്ലെങ്കിൽ അല്ല. അപ്പൊ അതാണ് ഞാൻ പറയുന്നത്, രണ്ടുപേരും ഒരേ വഞ്ചിയിൽ സഞ്ചരിക്കുന്നേക്കാളും നല്ലത് 2 വഞ്ചികളായി സഞ്ചരിച്ചിട്ട് എവിടെങ്കിലും കൂട്ടിമുട്ടുമ്പോ ആ ഒരു സന്തോഷം ഉണ്ടല്ലോ, അതാണ് ഞങ്ങൾ രണ്ടുപേരും എൻ്റർലി ഡിഫറെന്റ് ആണ്. ഞങ്ങൾ രണ്ടുപേരും ചിന്തിക്കുന്നത് വളരെ വ്യത്യസ്തമാണ്. അപ്പോൾ ചിലപ്പോ ഞങ്ങൾക്ക് പരസ്പരം ഞാൻ പറയുന്നതിനോട് ഞാൻ ഒത്തുപോകാം, ചിലപ്പോൾ എനിക്ക് ഒത്തുപോകാൻ പറ്റില്ല, തിരിച്ചു അങ്ങനെ സംഭവിക്കാറുണ്ട്. അപ്പോൾ ഒരാള് ഇതേപോലെ തന്നെ സോഷ്യലൈസിങ് കുറച്ച്, അല്ലെങ്കിൽ എനിക്ക് പണ്ടൊക്കെ എനിക്ക് തോന്നിയിട്ട് അയ്യോ എനിക്ക് അങ്ങനെ സംസാരിക്കാൻ പറ്റില്ല എന്ന്. പക്ഷെ എൻ്റെ പല ഫ്രണ്ട്സും പറയാറുണ്ട് നീ നന്നായി സംസാരിക്കുന്നുണ്ട് എന്നുള്ളത്. എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ ശബ്ദം നല്ലതല്ല, എൻ്റെ ശബ്ദം എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് എപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ പാറയമ്മല് ചിരട്ട ഇതാക്കുന്ന സൗണ്ട് പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പറഞ്ഞില്ല സംസാരിക്കും, ഞാൻ പാട്ട് പാടാറില്ല. എല്ലാ കഴിവുകളെല്ലാം ദൈവം ഒരുമിച്ച് തരില്ലല്ലോ മോനെ. അപ്പോ ഞാൻ പറയുന്നത് നമ്മളുടെ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് നമുക്ക് മനസ്സിലാവും നമുക്ക് ഇതാണ് നമ്മുടെ സ്ട്രോങ് പോയിന്റ് എന്ന് മനസ്സിലാവുമ്പോ അത് വളർത്തുക. അത് ഞാനും അഗ്രി ചെയ്യുന്ന ഒരു സംഭവമാണ്. ഈ പലപ്പോഴും ഇപ്പോൾ ടീച്ചർമാര് വിളിച്ചപ്പോൾ ഈ പറഞ്ഞു തന്നെ അതിലും മാർക്ക് കുറവാണ്, ഇതിലും മാർക്ക് കുറവാണ്. അതൊക്കെ കഴിഞ്ഞ് സംഭാഷണം ഓൾമോസ്റ്റ് വൈൻഡപ്പ് ചെയ്യുന്ന സമയത്ത് ഞാൻ ചോദിച്ചു, എനിക്കൊരു ചോദ്യമുണ്ട്, നിങ്ങൾ ഈ മാർക്ക് കുറഞ്ഞ വിഷയങ്ങളെ കുറിച്ചൊക്കെ സംസാരിച്ചു,
മാർക്ക് കൂടിയ വിഷയങ്ങളെ കുറിച്ച് എന്താ നിങ്ങൾ സംസാരിക്കാത്തത്? എന്താ നിങ്ങൾ ചോദിക്കാത്തത്? അല്ല, ഞാൻ എൻ്റെ ചോദ്യം എപ്പോഴും അതാണ്. ഇറ്റ്സ് ലൈക്ക് ഞാൻ പറയാം, എൻ്റെ ഒരു തോട്ട് പ്രോസസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് അബൌട്ട് ബ്രിങ്ങിങ് യുവർ സ്ട്രോങ് പോയിന്റ്സ് ടു എ ലെവൽ ദാറ്റ് നോബഡി ക്യാൻ എവർ മാച്ച് എന്നുള്ള ഇതിലായിട്ട് അതിനെ വളർത്തുക എന്നുള്ളത്, അതിനെ ഫ്ലവർ ചെയ്യുക. എപ്പോഴും കണക്കിൽ മോശമാണ് ഇതിൽ, അല്ലെങ്കിൽ സ്പാനിഷിൽ മോശമാണ്. എന്താ കുട്ടി ബിസിനസ്സിൽ വളരെ നാച്ചുറലായിട്ട് അവൻ എഫേർട്ട് പോലും ഇടാതെ എത്ര നന്നാവുന്നു എന്നുള്ളത് നിങ്ങളെന്താ ചോദിക്കാത്തത്? ഇറ്റ്സ് ലൈക്ക് അവനും അതിൽ താല്പര്യമില്ല. ബട്ട് സി സം ഓഫ് ദ സ്റ്റഫ് നമുക്ക് താല്പര്യം ഇല്ലെങ്കിലും നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മൾ ടാലൻറ്റ് എന്ന് പറഞ്ഞിട്ട് സാധനമുണ്ട്. ആൻഡ് ദാറ്റ്സ് ലൈക്ക് ഹൗ യു ഡിഫൈൻ ടാലൻറ്റ് ഈസ് യു ഡോണ്ട് റിമെമ്പർ ലേണിംഗ് ഇറ്റ്. ഇറ്റ്സ് നോട്ട് ഡിഫിക്കൽട്ട് ടു ഡു ആൻഡ് it pays you or it gets recognized, right? ഈ 3 എലമെന്റ് വരുമ്പോൾ നമ്മൾ സൊസൈറ്റി എപ്പോഴും ഇത് ചെയ്യുന്ന ഡിഫിക്കൽട്ട് ടു ലേൺ, ഡിഫിക്കൽട്ട് ടു ഡു, ഡിഫിക്കൽട്ട് ടു എന്നുള്ള ഡിഫിക്കൽട്ട് ആയതിനാണ് ഇത്. അച്ഛൻ പലപ്പോഴും ഈ ഫോണിൽ പ്രശ്നങ്ങൾ പറഞ്ഞിട്ട് വിളിക്കും. ഇപ്പോൾ കോണ്ടാക്ട്സ് അടിച്ചാൽ കിട്ടുന്നില്ല ഇതുകൾ. അല്ലെങ്കിൽ വേറൊരു ഉദാഹരണം, വീണ ക്യാമറ എടുത്തുകൊണ്ട് വന്നിട്ട് ഇത് പോയി അത് പോയി എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവരും. അപ്പോൾ ഞാൻ ആലോചിക്കും, ഇവരൊക്കെ ഇതും കൊണ്ട് എൻ്റെ അടുത്തേക്ക് വരുന്നത്. ഞാൻ എന്താ ചെയ്യുന്നത്? ഞാനിത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ആളല്ല. ഇപ്പോൾ ഫോണിൻ്റെ കേസാണെങ്കിലും അച്ഛന് പോയത് എന്തുകൊണ്ടാണ്, പക്ഷെ ഞാനത് എടുത്ത് നോക്കുമ്പോൾ അവിടെ ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. സാധ്യത ഉള്ളത് ഗ്രൂപ്പ്സിൽ ഉള്ള ഏതെങ്കിലും അച്ഛൻ ചൂസ് ചെയ്തിട്ടുണ്ടാവും, ബാക്കിയുള്ളത് അൺക്ലിക്ക് ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ടാകാം ഇത് കിട്ടാതെ. എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു ബട്ടൺ ഉണ്ടാവും, അത് പിടിച്ചമർത്തിയിട്ടായിരിക്കും ഇത് പോയിണ്ടാവുക. കാരണം ഇത് ഈ ക്യാമറ അതിൻ്റെ ഒരു ഇത് വെച്ചിട്ട് അത് വാങ്ങിച്ചിട്ട് ഇപ്പോൾ ഉപയോഗിച്ചുള്ള ഒരു ചരിത്രം വെച്ചാൽ അത് കേടാവാൻ സമയമായിട്ടില്ല. ഇറ്റ്സ് വ്യൂ എന്ന് പറഞ്ഞിട്ട് ഒരു ബട്ടൺ ഉണ്ട്, അത് അമർത്തിയപ്പോൾ ഈ LCD വീണ്ടും ഓണായി. അപ്പോൾ അത് ഞാൻ പറയും വീണോട്, ഞാൻ പറയും ഇത് അറിയാതെ കൈ തട്ടി, ഞാനൊന്നും തട്ടിയില്ല, ഞാൻ ഇവിടുന്ന് എടുത്തപ്പോ പോയി, വീഡിയോ എടുത്തോണ്ടിരിക്കുമ്പോ പോയി. അപ്പൊ ഞാൻ പറയും നമുക്കൊരു പ്രോബ്ലം, എനിക്ക് അച്ഛനും അത് മനസ്സിലാവൂല. ഞാൻ പറയുന്നത് പറയുമ്പോ അത് എന്റെ യുണീക് സ്കിൽ സെറ്റ് ആവാം. അപ്പൊ അതുകൊണ്ടാണ് അല്ല ഞാൻ പറഞ്ഞു വന്നത് എന്ന് പറഞ്ഞാല്, അത് ഒരു പ്രോബ്ലം വരുമ്പോ ആൾക്കാർ അതങ്ങ് ഇതൊന്ന് സോൾവ് ചെയ്തിട്ട് വേണം എനിക്ക് അത് ചെയ്യാന്നുള്ള അതാണ് മെന്റാലിറ്റി. ഇപ്പൊ എന്നെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ഒരു പ്രോബ്ലം വരുമ്പോ ലെറ്റ് മീ കാം ഡൗൺ. അവിടെയാണ് ധ്യാനവും മെഡിറ്റേഷനൊക്കെ വർക്ക് ചെയ്യുന്നത്. കാം ഡൗൺ ചെയ്തിട്ട് സോഫ്റ്റ് ഐസ് എന്ന് പറയും ഞങ്ങള് അനലിറ്റിക്കൽ. സോഫ്റ്റ് ഐസ് എന്ന് പറഞ്ഞാൽ നമ്മളൊന്നും നോക്കല്ല, എന്താണ് ഇതിൽ ഒരു പാറ്റേൺ നോക്കിയിട്ട് എന്തായിരിക്കാം സാധ്യത എന്ന് വളരെ കാമായിട്ട് നിൽക്കുമ്പോൾ ഒരു പോസിബിലിറ്റി ഇല്ല ഒട്ടും. ഈ നമ്മൾ പറയില്ലേ ഈ കുന്തം പോയ കുടത്തിലും തപ്പടം, ലൈക്ക് ഇല്ലോജിക്കലായിട്ടുള്ള ഒരു സ്ഥലത്ത് വേണം നമ്മൾ അതിന്റെ സൊല്യൂഷൻ അന്വേഷിക്കാൻ. അതായിരിക്കാം ചിലപ്പോൾ അതിന്റെ സൊല്യൂഷൻ. ആൻഡ് ഇറ്റ്സ് ഹ്യൂജ്, റൈറ്റ്? ആ ഇല്ലോജിക്കലായി തോട്ട് പ്രോസസ്സിൽ ഇതാണെന്നുള്ള ഒരു സൊല്യൂഷനിലേക്ക് നമ്മൾ പലപ്പോഴും എത്തുന്നത്. അപ്പൊ അത് ഒരു അല്ലെ ഞാൻ പറഞ്ഞത് ശരിയാണ്. ഇപ്പൊ എല്ലാവർക്കും ആ സ്കിൽ സെറ്റ് ഉണ്ടാവില്ല. അപ്പൊ എനിക്കുള്ളത് കൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാവണമെന്ന് ഞാൻ പറയാൻ പറ്റില്ല. പക്ഷേ ഞാനില്ലാത്ത അവസ്ഥയിലും ചില കാര്യങ്ങൾ സോൾവ് ചെയ്യാൻ ദിസ് ഈസ് എ ടെക്നീക്ക്. ഇപ്പൊ നിങ്ങളുടെ സ്ട്രോങ് പോയിന്റ് വേറെയാണ്, സമ്മതിച്ചു. ഇതെന്റെ സ്ട്രോങ് പോയിന്റ് ആണ്. ഇതാണ് ഞാൻ വളർത്തിയിട്ടുള്ളത്. ഇതാണ് എന്റെ എന്താ പറയാ മേച്ചിൽപ്പുറം. ബട്ട് ചില ബേസിക് ലെവൽ കണക്ക് കൂട്ടാനും കഴിക്കാനും മൾട്ടിപ്ലൈ അതെ അതുകൊണ്ട് അവിടെ ഇതിന്റെ ഒരു അഗ്രഗണ്യായിരിക്കുന്നുണ്ട്. അതും പിന്നെ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാൽ ആ ഒരു എസ്തർ പെരേൽ എഴുതിയിരുന്നത് പിന്നെ നമ്മുടെ മലയാളി സമൂഹത്തിന്റെ ഒരു മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സെക്സ് എന്ന് പോലുള്ള സംഭവം നമ്മളിങ്ങനെ ഓപ്പണായി പറയുമ്പോൾ അത് കുട്ടികൾ കേൾക്കാൻ പാടില്ല അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സംസാരം എന്താ ഇത്രയും അവർ ഓപ്പണായി സംസാരിക്കുന്നതെന്ന് പറയുന്ന കുറെ, എല്ലാവരും അല്ല, കുറച്ച് സമൂഹത്തിലുള്ള ആൾക്കാർ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അല്ല അതൊരു അത് ഞാൻ പറഞ്ഞു കൾച്ചറലായിട്ട് ഓരോരുത്തരും പല മലയാളി എന്ന് പറഞ്ഞാൽ മലയാളികളെല്ലാം ഒരേ ഇതിലല്ല, പലരും പല ലെവലിലാണ് നിൽക്കുന്നത്. അത് അവനവന്റെ ഇതുകളും അവനവന്റെ സ്റ്റാൻഡ് പോയിന്റ്സും എല്ലാം നമ്മൾ തിരഞ്ഞെടുക്കുന്ന പോലെയാണ്. ഡു യു ഫീൽ റിച്ച് ആഫ്റ്റർ റീഡിങ് എ ബുക്ക്? ഡു യു ഫീൽ റിച്ച് ആഫ്റ്റർ സീയിങ് എ? ഇപ്പൊ കരഞ്ഞുകൊണ്ട് ഇറങ്ങി പോകുന്നെങ്കിലും കിരീടമോ അല്ലെങ്കിൽ ദശരഥോ അല്ലെങ്കിൽ ഭ്രമരോ ഒക്കെ ആൾക്കാർക്ക് പറയും. ഞാൻ എപ്പോഴും മോഹൻലാലിന്റെ സിനിമ അങ്ങനെയല്ല കേട്ടോ. ഒരുപാട് സിനിമകളിൽ ഇപ്പൊ തന്നെ അവർ തന്നെ കുട്ടിക്കാലത്ത് നമ്മൾ ഏറ്റവും ഇത് ചെയ്തിട്ടുള്ള സിനിമകളെ കുറിച്ചാണ് പറയുന്നത്, അല്ലെങ്കിൽ ഈ സെന്റ് ഓഫ് എ വുമൺ പോലുള്ള സിനിമകൾ. അപ്പൊ അതൊക്കെ ഹൗ ഡു യു ട്രാൻസ്ഫോം ദാറ്റ് യു ആസ് എ പേഴ്സൺ? ഹൗ ഡു ദാറ്റ്? അതൊരു
വലിയ ഘടകമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഇപ്പോൾ ബ്രിഡ്ജസ് ഓഫ് മാഡിസൺ കൗണ്ടി എന്ന് പറഞ്ഞിട്ടൊരു സിനിമയുണ്ട്, ക്ലിന്റ് ഈസ്റ്റ്വുഡും മെറിൽ സ്ട്രീപ്പും നമ്മുടെ അമ്മമ്മ. ലോകത്തിലെ ഏറ്റവും മനോഹരമായ പ്രണയകാവ്യം എന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു അപ്പാപ്പനും അമ്മാമ്മയും എന്നുള്ള ഒരു ദിവസത്തേക്ക് അവിടെ താമസിക്കാൻ വരുന്ന ഒരാളോട് ആ അമ്മയ്ക്ക് തോന്നുന്ന സ്നേഹമാണ്. ആൻഡ് അത് വർഷങ്ങൾക്ക് ശേഷം അമ്മ എഴുതി വെച്ച കത്തുകൾ വായിച്ചിട്ട് കുട്ടികൾ അത് തിരിച്ചറിഞ്ഞ് അവരൊരു അപ്ഹീവലിലൂടെ കടന്നുപോയി. അന്ന് അച്ഛനുമായിട്ട് നമ്മൾ പുറത്തു പോയപ്പോൾ അമ്മ ഇതായിരുന്നു ചെയ്തത്. ആൻഡ് ഹൗ ദേ ആ ഒരു ഇതിലൂടെ ഹൗ ദേ ട്രാൻസ്ഫോം ദംസെൽസ്. എന്നിട്ട് അമ്മയുടെ ചിതാഭസ്മം അദ്ദേഹം മരിച്ച അതേ ബ്രിഡ്ജിന്റെ അവിടെ കൊണ്ടുവന്ന് ഇറ്റ്സ് ലൈക്ക് സീ ദിസ് ഇസ് ആൻഡ് റീഡിങ് ദാറ്റ്. ഇതൊരു അമേരിക്കൻ കഥയല്ല, ഇത് നമ്മുടെ സൈക്കിന്റെ കഥയാണ്, നമ്മുടെ ജീവിതത്തിന്റെ. അപ്പോൾ വൈ ഡു യു റെക്കഗ്നൈസ് യുവർ സെൽഫ് ആസ് മലയാളി? അല്ലെങ്കിൽ ഈ ചട്ടക്കൂടുകളിൽ നമ്മൾ എന്തിനു ഒതുങ്ങണം? ഒരു ചട്ടക്കൂടുകളും ഇല്ലാതെ അതിരുകളില്ലാത്ത ആകാശങ്ങളുള്ള മനസ്സുമായിട്ട് നമുക്ക് ജീവിച്ചൂടെ? ഇറങ്ങിക്കോ, അത്ര മതി. പണ്ട് അച്ചാച്ചൻ നന്ദുവിനെ സ്ട്രോളറിലിരുത്തി നടത്തി ഉറക്കി കൊണ്ടുവരാറുള്ള സ്ഥലമാണ്. അവിടെയൊക്കെ ഇങ്ങനെ കൊണ്ടിറക്കും. അല്ല, അപ്പൊ ഇതിൽ എസ്തർ പെരേലിന്റെ പുസ്തകത്തിൽ അതിനെക്കുറിച്ചുള്ള ഒരുപാട് പരാമർശങ്ങളുണ്ട്. ഒരു കുഞ്ഞ് വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വരുന്നതുകൾ പെട്ടെന്ന് നല്ല വീട്ടിലോട്ട് മാറും, കൂടുതൽ സെക്യൂർ ആയിട്ടുള്ള സ്ഥലങ്ങൾ അന്വേഷിക്കും. അതുവരെ ബൈക്കിൽ സഞ്ചരിച്ചിരുന്ന അച്ഛന്മാര് ഇനി എനിക്ക് ബൈക്ക് ഓടിക്കാൻ പറ്റില്ല എന്ന് പറയും. അല്ല, ഭയങ്കര രസകരമായിട്ട്. അല്ല, ഐ എം നോട്ട് അലൗഡ് ടു ഡൈ ഇൻ എ ബൈക്ക് ആക്സിഡന്റ് എനിമോർ. അപ്പൊ ഒരുപാട് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഇതിലൂടെയാണ് അത് കടന്നു പോകുന്നത്. അന്താരാഷ്ട്ര കാര്യങ്ങളൊക്കെ ഇപ്പൊ ചേട്ടൻ വീഗനിന്ന് മാറിയിട്ടാ മക്കളെ. അത് പറയാൻ മറന്നുപോയി. കഴിഞ്ഞ ദിവസം ഞാൻ മറ്റേ മുട്ട കുറുമ ഉണ്ടാക്കിയ സമയത്ത് ചേട്ടൻ മുട്ട കഴിക്കുന്നത് കാണിച്ചപ്പോ 2-3 പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ചേട്ടൻ വീഗനല്ലേ, പിന്നെ എങ്ങനെയാ മുട്ട കഴിക്കണേന്ന്. അതെ, വീഗൻ ആയിരുന്നു. ഇപ്പോഴും ആഗ്രഹം വീഗനായി നിൽക്കാനാണ്. ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഇതായപ്പോ അത് ഇതുകൊണ്ടാണെന്ന് ഡോക്ടർമാര് തറപ്പിച്ച് അങ്ങ് പറയാണ്. അപ്പൊ പിന്നെ നിവർത്തിയില്ലേ ഇവിടെ. ഞാൻ പറഞ്ഞു ഞാൻ മീൻ കഴിക്കില്ല. അപ്പൊ പറഞ്ഞു അത് പണ്ട് മുതലേ അങ്ങനെ ആയിരുന്നല്ലോ, അതുകൊണ്ട് അല്ല ഞാനൊക്കെ. ചേട്ടൻ അങ്ങനെയല്ല, ചേട്ടൻ എല്ലാം കഴിച്ചോണ്ടിരുന്ന ആള് പെട്ടെന്ന് മെയിനായിട്ട് ഇഷ്യൂ വന്നത് ഈ B12 അബ്സോർപ്ഷൻ ഇല്ലാന്ന് പറഞ്ഞാൽ അവര് പറയുന്നത് എന്റെ ശരീരത്തിൽ B12 പ്രതിരോധിക്കുന്ന എന്തോ ആന്റിബോഡി വന്നിട്ട് അത്ര. അപ്പോൾ നോർമൽ ലെവലില് അബ്സോർപ്ഷൻ ഓൾറെഡി കുറവാണ്. ഇത് നോൺ വെജ് കൂടെ കഴിക്കാതാവുമ്പോൾ അത് ഭയങ്കരമായിട്ട് കുറയുന്നു. അതിന്റെ അപ്പോൾ മാത്രമല്ല, ഈ ആവശ്യമില്ലാതെ പേടിപ്പിക്കുന്ന സ്വഭാവം ഡോക്ടർമാർക്ക് മുഴുവൻ ഉണ്ടല്ലോ. അപ്പൊ വീണയുടെ ഡോക്ടർമാരോട്ട് ഞാൻ വരുന്നുണ്ട്. ആദ്യം വിളിച്ച് വീണേനെ പേടിപ്പിക്കും, എന്നിട്ട് മുഴുവൻ ഇവിടെ എന്നെ വിളിച്ച് ഓഫീസിലിരിക്കുന്ന മര്യാദക്ക് ഇരിക്കുന്ന എന്നെ വിളിച്ച് വീണ പേടിപ്പിക്കും. അത് കഴിയുമ്പോ എനിക്ക് ആ രോഗം ഉണ്ടോ, എനിക്കുണ്ടോ, ഭയങ്കര തളർച്ച, എന്ത് ഒറ്റടി വെച്ച് കൊടുക്കുക. അല്ല, ഞാൻ പറയുന്ന കാര്യം എന്താ അറിയോ, നമ്മളെപ്പോഴും ചെറിയൊരു ക്ലൂ നമ്മുടെ ശരീരം തരുമ്പോ നമ്മളത് അതിനനുസരിച്ചുള്ള പ്രതിവിധി ചെയ്യണം. അല്ലാതെ അത് വലിയതായിട്ട് വേറൊരു സ്റ്റേജിലോട്ട് അല്ലെങ്കിൽ വേറെ അസുഖമായിട്ട് മാറാൻ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ പിന്നെ അയ്യോ അന്ന് അങ്ങനെ അറിഞ്ഞിരുന്നെങ്കിൽ എനിക്ക് അങ്ങനെ ചെയ്യാമായിരുന്നല്ലോ, എനിക്കന്ന് മരുന്ന് കഴിച്ചാൽ മാറാമായിരുന്നല്ലോ എന്നുള്ളത് നമ്മൾ ഒരിക്കലും അങ്ങനെ ചിന്തിക്കാൻ പാടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം ചെറിയ അസുഖങ്ങൾ വരുമ്പോ അപ്പൊ തന്നെ എനിക്ക് അങ്ങനെ വലിയ ചിന്തകളൊന്നും ശരീരത്തിന്റെ കാര്യത്തിലില്ല. അങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞാൽ അതല്ല തമാശ. ഇതിപ്പോ അടിച്ചു പോയി ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് അടിച്ചു പോയി, 2 ഓരോ അസുഖമാണേ. അതുകൊണ്ട് പിള്ളേര് ഒറ്റയ്ക്കാവണ്ടെന്ന് വെച്ചിട്ടുള്ള ഞാൻ കൂടുതലും ഇതില് എന്താ പറയാ അപ്പൊ ഭാര്യയ്ക്കും ഭർത്താവിനും B12 D ഇല്ലാന്ന് പറയുമ്പോ 2 അപ്പൊ ഞങ്ങള് ഇഞ്ചക്ഷൻ എടുക്കുന്ന പരിപാടികളാണ്. അപ്പൊ ഡോക്ടർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ മരിക്കുന്നിടത്തോളം കാലം അത് കണ്ടിന്യൂസ് ആയി കഴിച്ചോണ്ടിരിക്കണം. അതിലൊരു കുറവും വരുത്താൻ പറ്റില്ല. കാരണം പെട്ടെന്ന് തന്നെ ഇഞ്ചക്ഷൻ അടിക്കുമ്പോൾ വരുന്നുണ്ട്, പക്ഷെ മരുന്ന് അബ്സോർബ് ആവുന്നില്ല എന്നാ പറയുന്നത് ഞങ്ങൾ 2 കേസിൽ. അപ്പൊ ഞങ്ങളോട് ചോദിക്കുന്നത് കസിൻസ് ആണോന്ന് കല്യാണം കഴിച്ച. ഞാൻ പറഞ്ഞു കസിൻസ് ഒന്നല്ല, എനിക്ക് അറിയാത്തൊരു മനുഷ്യനെ അച്ഛനോട് ചോദിക്കണം പറഞ്ഞിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളിപ്പോൾ വൈറ്റമിൻ B12 D ഇഞ്ചക്ഷൻ എടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ വലിയ കുഴപ്പങ്ങളില്ല. അപ്പോൾ അമേരിക്കൻ ഹോസ്പിറ്റലിൽ പോയി ഫുൾ ചെക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്തു. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്. അപ്പം ചേട്ടൻ അപ്പം ഡോക്ടർ പറഞ്ഞത് വീഗൻ ആവണ്ട, അത്യാവശ്യം കുറച്ച് നോൺ വെജ് ഒക്കെ. ഡോക്ടർ ഭയങ്കര സുന്ദരിയായിരുന്നു. അതിനെന്താ സുന്ദരിയായാലും സുന്ദരനായാലും
അവര് പറയണതല്ലേ നമുക്ക് വേണ്ടു. അപ്പൊ ഞാൻ പറഞ്ഞു, അപ്പൊ അത് ഡോക്ടർ പറഞ്ഞത് കുറച്ച് നോൺ വെജ് ഒക്കെ ആവാന്ന് പറഞ്ഞപ്പോ വീണ്ടും ചേട്ടൻ പിന്നെ അച്ഛൻ്റെ ഒക്കെ ഒരു ഞാൻ ചേട്ടൻ്റെ അച്ഛൻ്റെ ഒരു റിക്വസ്റ്റ് ഒക്കെ പരിഗണിച്ചുകൊണ്ട് വീണ്ടും ചെറുതായിട്ട് നോൺ വെജ് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതാണ് അതിന്റെ പിന്നിലെ കാര്യം. നടന്ന് എവിടേക്കോ എത്തി. നടന്ന് ഞങ്ങൾ വീടിന്റെ അടുത്ത് എത്തിയിട്ടോ. അല്ല, വീണയ്ക്ക് എടുക്കാൻ അറിയാത്തോണ്ട് ഞാൻ പൂവിനൊന്നും എടുത്ത് കാണിച്ചു കൊടുക്കട്ടെ, അല്ലാതെ ഇത് ഒരു. അപ്പൊ അതൊക്കെയാണ് ഇന്ന് രാവിലത്തെ വിശേഷങ്ങൾ. അവിടെ വരാന്നിട്ടു. അപ്പൊ എല്ലാ ഇൻഹിബിഷൻസും മാറ്റി ജീവിക്കണം എന്നാണ് പറയുന്നത്. ജീവിതത്തിൽ അപ്ലൈ ചെയ്യണമെന്ന്. അത് അപ്ലൈ ചെയ്ത് ജീവിക്കാൻ പറ്റില്ല. അപ്പൊ എന്റെ അടുത്ത് പറയും ഓരോ പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ ഒരു പുതിയ ആളാണ്. അപ്പൊ ഈ പുസ്തകം വായിച്ചിട്ട് പുതിയ ആളാവണമെന്നാണ് പറയുന്നത്. ഞാൻ മേറ്റിംഗ് ഇൻ ക്യാപ്റ്റിവിറ്റി തീർന്നുള്ളൂ. സ്റ്റേറ്റ് ഓഫ് ദ അഫയേഴ്സ് കൂടെ വായിച്ച് തീർത്തിട്ട് ഒരു പുതിയ ആളാവും. നല്ലതല്ലേ? മരം ചാട്. അതെന്താ വേലി? ഇത് പുറത്ത് എവിടെയുണ്ട്? ഈ വീട്ടിലുണ്ട്. പുസ്തകം വായിച്ചുകൊണ്ട് വേലിയാടുന്ന ആൾക്കാര് മതില് ചാടാതിരിക്കണം എങ്ങനെയാ നമുക്ക് പറ്റുമെന്നുള്ളതാണ് റിലേഷൻ കൂടെ നമുക്ക് ജീവിച്ചു തീർക്കാനുള്ളത്. കാണിച്ചു അത് ഓരോ ഇതനുസരിച്ചിട്ടുണ്ടാവും. ഞങ്ങള് ദുബായ് മോളിൽ പോട്ടോ. ചെറിയ ഉത്തരം കുറെ ദിവസമായി ദുബായ് മോളിൽ പോകണം പോകണമെന്നുണ്ട്. എന്തിനാന്നറിയാം, അവിടെ ഒരു സാധനം കഴിക്കാൻ വേണ്ടിട്ട്, വേറെ ഒന്നും അല്ലാത്ത. അച്ഛൻ പറഞ്ഞു കുറെ നേരം നടന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ ഞാൻ കൊണ്ടുപോകുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ അവന് വെക്കേഷൻ തുടങ്ങിയല്ലോ. വെക്കേഷൻ തുടങ്ങിയപ്പോ എവിടെയും പോകാൻ പറ്റുന്നില്ല. വെക്കേഷന് പോകണം, പല സ്ഥലത്ത് പോകണം എന്നൊക്കെ പറഞ്ഞോട് ബഹളാ. എന്താ ചെയ്യാനാ? അപ്പൊ പിന്നെ ദുബായ് മോളെങ്കിൽ ദുബായ് മോള് എന്ന് വിചാരിച്ചു. ദുബായ് മോളിലുള്ള ദുബായ് ഡൈനോസർ. ഇത് ശരിക്കുള്ള ഡൈനോസറാത്തു? ശരിക്കുള്ള ഡൈനോസറാണോ വേണ? ഗംഭീരം. അതിന്റെ സംഭവം എന്ത്? ഹെഡ് കാണാൻ പോലും കിട്ടണില്ല. ഒരു കിളിക്കുഞ്ഞിന്റെ അത്രേ ഉള്ളൂ. അതും അമ്മയും ഇങ്ങനെ എക്സൈറ്റഡ് ആയിട്ട് യാമനോട്ടി വന്നിട്ട് അമ്മ എക്സൈറ്റഡ് ആയില്ല. കുറെ കാലായി. എത്ര മന്തായി പാത്തുമ്പോൾ വന്നിട്ട്? 5 months അല്ലേ? 4 months. ഡിസംബറിൽ വന്നത് നമ്മളിവിടെ. ഞാൻ ലീവ് എടുത്തിരിക്കുമ്പോ കൊറോണ തുടങ്ങിയ ശേഷം. എന്നിട്ടല്ല എനിക്ക് മറ്റേത് ഭക്ഷണം കഴിച്ചിട്ട്. യമനോട്ടി ആറ്റ്ലിയർ എന്ന് പറഞ്ഞ സ്ഥലം ദുബായ് മോളിലുണ്ട്. വേറെ DIFCയിലുണ്ട്. വേറെ ഒരെണ്ണം സഫയിലുണ്ട് അല്ലേ? നമ്മൾ പണ്ട് ഹോസ്പിറ്റലിൽ പോയിരുന്ന കാലത്ത് അവിടെ നിന്ന് അബദ്ധത്തിൽ കഴിച്ചതാ. അപ്പോഴാണ് ജാപ്പനീസ് ബേക്കിങ്ങിന്റെ ഒരു വേറെ ലെവലാന്ന് മനസ്സിലായത് അല്ലേ? അന്ന് മുതൽ ആരാധകരാണ്. വീണ കഴിക്കുന്ന ഏക ബീഫ് വിഭവം ഇവിടെ കറി ബൺ എന്ന് പറഞ്ഞിട്ട് കഴിച്ചിട്ടില്ല. അമ്മ കഴിച്ചിട്ടില്ല. സത്യം പറഞ്ഞു അമ്മ കഴിച്ചിട്ടുണ്ട്. താങ്ക് യു. വെള്ളം പറയണം. നമ്മുടെ ജാപ്പനീസ് ചീസ് കേക്ക്. ആത്തുവിന്റെ മിനിയൻ ഒന്ന് പൊക്കി കാണിച്ചു കൊടുത്തേ. മിനിയന്റെ ജാപ്പനീസ് ചീസ് കേക്ക് കഴിക്കില്ല. ഒരു കറി ബണ്ണും 2 അവയ്ക്ക് 1 അവര്. നിനക്ക് വേണ്ട? ജാപ്പനീസ് ചീസ് കേക്ക് ചീസ് സൂഫ്ലേ എന്ന് പറഞ്ഞിട്ടാണ് അല്ലേ? ജാപ്പനീസ് ചീസ് കേക്ക് എങ്ങനെയുണ്ട്? അതെ, അതിന്റെ ഇതൊക്കെ കൂച്ചി കളയടാ. ആക്രാന്തം വരുമ്പോഴേ പ്ലാസ്റ്റിക് കൊടുക്കും, ഊരൂല. അത് കളി. പ്ലാസ്റ്റിക് കഴിഞ്ഞത് ഇടിഞ്ഞോളി വീഴും. വെക്കാൻ പറ്റില്ല. നീ കടിക്ക്. മുട്ടയുടെ വെള്ളം പോലെ അത് ഇഷ്ടായില്ല. വാട്ടർ റൂം ടെമ്പറേച്ചർ. ആ, എനിക്കിഷ്ടമല്ല അത്.
was nice, but it's so. അവിടെ എങ്ങനെയുണ്ട്? It also looks like butter. But inside Yeah, I it know. looks like butter. അത് ഇത്ര വലിയ ടേസ്റ്റ് എനിക്ക് മനസ്സിലാവണില്ല. I feel like it's just butter. Yeah. ബട്ടർ തന്നെയാണ്. ബട്ടറിന്റെ ഓൾമോസ്റ്റ് ബട്ടർ ബ്രെഡ് എന്ന് പറയും. യാമനോട്ടിയുടെ നന്ദുവിന്റെ ടേക്ക് അവേ വന്നു. അങ്ങനെ ഞങ്ങൾ ദുബായ് മോളിൽ വന്നിട്ട് താഴെ ഐസ് സ്കേറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. നന്ദൂൻ്റെ അല്ലേ വേണം പോണെന്ന് പറഞ്ഞത് ഐസ് സ്കേറ്റിങ്ങിന്? പാരീസ് പോവാട്ടാ. അച്ഛൻ ലീവ് എടുക്കട്ടെ കേട്ടോ, എന്നിട്ട് പോവാം. ഓക്കെ, കുറെ നേരം പോസ്റ്റ് ചെയ്തിരിക്കണ്. എന്താ ഉദ്ദേശം ആവാം, വീഡിയോ ആവാം, എന്താ ഉദ്ദേശം? Video. അത് ശരി. അങ്ങനെ ഞങ്ങള് ദുബായ് മോളിൽ നിന്ന് നേരെ എത്തിപ്പെട്ടത് എവിടെയെന്ന് അറിയാമോ? ദുബായിലോട്ട്. എന്നെ ഒരു നെപ്പോളിയൻ സോറി നേപ്പാളീസ് പെട്ടെന്ന് പറഞ്ഞപ്പോ തെറ്റിപ്പോയി, ക്ഷമി. അപ്പൊ മാർവാറി റെസ്റ്റോറന്റ് ഇപ്പുറത്തുണ്ട്. മാർവാറി അല്ല, മാർവാടി. Why are we here? To go to Nepalese restaurant. But we ate. You ate. We all ate. ഞങ്ങൾക്ക് ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം തോന്നി. ആയുഷ്, ഇഫ് യു ഡോണ്ട് വാണ്ട് ഡോണ്ട് ഈറ്റ്. You're full. You will not eat anything. നീ One thing and then. അത് ആയിക്കോട്ടെ, ഞങ്ങള് ചുമ്മാ കറങ്ങാൻ പോകുന്നത്. നിനക്ക് എന്താ നഷ്ടം? ആഹാ, നീ പറയുന്ന പോലെ ദുബായ് മോളിൽ കൊണ്ടുവന്നില്ലേ? ഇനി മിണ്ടരുത്, അവിടെ ഇരുന്നോളണം. Yeah, you raise everything. ഇവിടെ ഇല്ലേ നമ്മൾ സൈക്കിളൊക്കെ നോക്കാൻ വന്നിട്ടിരുന്ന ഈ ഗലികളിൽ കൂടെ ഒക്കെ. Let's go home. You saw this place now. കേത്തു ദുബായിന്റെ ഗലികളിലൂടെ ഞങ്ങളിങ്ങനെ നടക്കണം കേട്ടാ. ചേട്ടൻ പറഞ്ഞ സാധനങ്ങളൊന്നും കട എവിടെയാന്ന് പോലും നമുക്കറിയില്ല. ചേട്ടന്റെ പുറകെ വെച്ച് പിടിക്കുന്നുണ്ട് ഞങ്ങൾ. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഇവിടെ ഉണ്ട്. ഇതാണ് ഞങ്ങൾ അന്വേഷിച്ച് വന്ന എവറസ്റ്റ് റെസ്റ്റോറൻറ്റ്, നേപ്പാളീസ് റെസ്റ്റോറൻ്റ് ആണ്. പോയി നമുക്ക് നോക്കാം. അമ്മയും മക്കളെയും കൊണ്ട് എവറസ്റ്റ് കൊടുമുടി കിടക്കാൻ ദുബായിലെത്തിയിരിക്കുന്നു. അമ്മയും മകനും കൂടെ എവറസ്റ്റ് റെസ്റ്റോറൻറ്റിൽ ഇരുന്നിട്ട് എവറസ്റ്റ് കളിക്കും. എന്തെങ്കിലും കിട്ടിയോ? വേണം നല്ല എരിവുള്ള സോസാണ്. മോമോസ് വന്നിട്ടുണ്ട്, ചിക്കൻ, അമ്പലത്തെ വെജ്, വെറൈറ്റി ടേസ്റ്റ്. അങ്ങനെ ഞങ്ങള് ഭക്ഷണം കഴിഞ്ഞ് മോമോസ് കഴിഞ്ഞ് പുറത്തിറങ്ങി. നല്ലതായിരുന്നു കേട്ടോ, സ്പൈസി മോമോസ് ആയിരുന്നു. തിരിച്ച് കാറിലോട്ട് പോയി വീട്ടിലോട്ട് പോകണം അല്ലേ അപ്പാ? അതിൽ കുറേ കാലത്തിന് ശേഷം ദുബായിൽ പറഞ്ഞു ഞങ്ങള്. എന്താത്തു ഇപ്പോഴല്ല, വേറെ അങ്ങനെ ഞങ്ങൾ ദുബായിനോട് വീട് പറഞ്ഞു. എവറസ്റ്റ് ഹോട്ടലിൽ നിന്ന് വേർത്ത് കുളിച്ച് നല്ല ഗംഭീര മൊമോസ് കഴിച്ചു. മോമോസ് നല്ലായിരുന്നു. അപ്പൊ വീട്ടിൽ പോട്ടെ കേട്ടോ. വെള്ളിയാഴ്ചത്തെ ദിവസം അവനെ കഴിഞ്ഞു. ഒത്തിരി പണികൾ ബാക്കിയുണ്ടോ? ഷക്ഷുക്ക ഉണ്ടാക്കിയിട്ടുണ്ട്. വായകൊള്ളാത്ത പേരുള്ള പല സാധനങ്ങളും ഇവിടെ കാണാം. പക്ഷെ വളരെ എല്ലാവരും ചെയ്യുന്നതാണ്. പുതിയമെന്നുള്ളതല്ല, നമ്മുടെ തക്കാളിക്കറി ഉണ്ടാക്കാൻ മുട്ട പൊട്ടിച്ച് ചോദിക്കുക, അത്രേ ഉള്ളു പരിപാടി. അതിന് വേണ്ടി ഒരു പേരും അവരെ കുറ്റം പറയാൻ പറ്റില്ല, അവരുടെ നാട്ടിലൊരു പേരാണ്. അപ്പൊ ഞാൻ ആദ്യമായിട്ട് കഴിച്ചത് ഹംഗറി പോയപ്പോഴാണ്. അപ്പോഴാണ് ഇങ്ങനത്തെ ഒരു സാധനം ഉണ്ട്. എന്നോട് പറഞ്ഞു ഷക്ഷുക്ക് ഞാൻ ഓർഡർ ചെയ്തിട്ട്. അതിപ്പോ നമ്മുടെ നാട്ടിൽ വന്നിട്ട് ബിരിയാണി കഴിച്ചിട്ട് നമ്മുടെ നാട്ടിലെ ബിരിയാണി എന്ന് ചിന്തിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ബിരിയാണി വരത്തനാന്നുള്ളത്. ആഹാ, ഇത് കൊള്ളാം, ഇത് നന്നായിട്ട്. അവിടെ ഇട്ടോ അത്രയൊക്കെ കുഴി മതി. കുഴിച്ചാലും കുഴി വരാത്ത ഗ്രേവി അടച്ചു വെക്കാം നമ്മളിതിന്. ഈ ഗ്രേവിയില് പുഴുങ്ങിയ മുട്ട വരഞ്ഞിട്ടാല് മുട്ട നമ്മളെ നോർമൽ ആയിട്ടുള്ള മുട്ട റോസ്റ്റ് ആവും. ഇല്ല, ഇത് ഈ ഗ്രേവിയിലല്ലല്ലോ നമ്മൾ ചെയ്യുന്നത്. ചെയ്തോക്കാം, ഇന്നലെ പഠിക്കാം. അല്ല, പക്ഷെ ആൾക്കാർക്ക് ഇതാണ് എളുപ്പം. ഇത് എളുപ്പമാണ്, പുഴുങ്ങണ്ട. ബാച്ചിലേഴ്സിന്റെ ഇഷ്ടപ്പെട്ട സംഭവമാണ്. ഷക്ഷുക്ക എടുക്കാണ്. ഈ ഷക്ഷുക്കയുടെ ഒരു കുഴപ്പം എന്ന് പറഞ്ഞാല് അത് അത്രയും നന്നായിട്ട് ഷക്ഷുക്ക സെർവ് ചെയ്യാൻ കഴിക്കും. ഇനി എടുക്കാൻ ആർക്കും പറ്റും. ബാക്കിയുള്ളത് അതുപോലെയാണ് ഇടയ്ക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. മതി. എന്ത് നോക്കട്ടെന്ന് ഈ രാമായണം കണ്ടിട്ട് ഇങ്ങനെയും അമ്പ ചെയ്യാം. ഞാൻ ഇപ്പൊ തന്നെ ചെയ്തതല്ലേ.
ഇത് പിള്ളേരെ കൊച്ചു കുഞ്ഞുങ്ങളെ പറ്റിക്കുന്ന സാധനം വാങ്ങിച്ചിട്ട് ശരിക്കുള്ള സാധനം വാങ്ങിക്കണം. ഞങ്ങള് കണ്ണാടിയില് ഇപ്പൊ കളിച്ചതാ. എന്നിട്ട് കറക്റ്റായി നോട്ടെ കറക്റ്റ് ആവണ എനിക്കും കൂടെ കാണണ്ടേ. ഒരു മിനിറ്റ്. നമ്മള് ഊട്ടിയില് കൊടൈക്കനാലൊക്കെ പോയിട്ട് കുറെ കളിച്ചിട്ടില്ലേ? അതുകൊണ്ട് കാര്യമില്ലല്ലോ. 3 വയസ്സായ കാര്യം കളിക്കാൻ ശരിക്ക് അറിയണ്ടേ. പിള്ളേരുടെ നന്ദുവിന് വാങ്ങിച്ചിട്ട് ഇവിടെ കളിക്കുന്ന അച്ഛനും അമ്മയും. ഞങ്ങളുടെ കുട്ടിക്കാലം തിരിച്ചു വന്നു. വേറെ നന്ദുവേ അമ്മ അച്ഛനായിട്ട് ഇവിടെ കളിച്ചോണ്ടിരിക്കണത്. നല്ല സാധനം വാങ്ങിക്കണ നീ സത്യം പൈസ കൊടുത്തിട്ട്. ഇതിന് എത്ര രൂപയായി? എത്ര? 50 നമുക്ക് ഉണ്ടാക്കിയാലോ? എല്ലാരും ഈ ഗിഫ്റ്റ് ഒക്കെ അൺബോക്സ് ചെയ്ത് വീണയ്ക്ക് ഭയങ്കര വിഷമം, ഒന്നും അൺബോക്സ് ചെയ്യാൻ കിട്ടുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾക്കും ഒരു ഗിഫ്റ്റ് കിട്ടിയില്ലേ വീണ? ഞാനൊരു സാധനം വാങ്ങിച്ചു കടയിൽ പോയിട്ട്. സ്വന്തമായി കാശ് വാങ്ങിച്ച് സ്വന്തമായി ഗിഫ്റ്റ് ചെയ്തത്. ഇത് പുള്ളി അവര് ചെയ്തതാണ്. ഞാൻ ഗിഫ്റ്റ് ചെയ്യുന്ന ഗിഫ്റ്റ് റാപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്നപ്പോ ഗിഫ്റ്റ് റാപ്പ് ചെയ്തിരിക്കുന്നു. ശരി, ഓക്കെ. അപ്പൊ ചേട്ടൻ പറഞ്ഞു അൺറാപ്പ് ചെയ്തോ. ഇതൊക്കെ താങ്കളുടെ ഐഡിയ ആണ്, എന്റെ ഐഡിയ ഒന്നും അല്ല കേട്ടോ. എനിക്ക് മെഷർമെന്റ് സ്പൂൺ നല്ല ഭംഗിയുള്ളത് കണ്ടപ്പോ ഗോൾഡ് കളറിൽ മെഷറിങ് അളക്കാനുള്ള സ്പൂൺ അങ്ങനെ പറഞ്ഞ പോലെ മനസ്സിലാവുന്ന ഭാഷയില്ല. അപ്പൊ ഇങ്ങനെ തുറക്കാം. സ്പൂൺ വെക്കാനുള്ള കുഴിയായിരുന്നത്. ഇത് ഈ സിനിമകളിലൊക്കെ ഉപയോഗിക്കട്ടെ. അതിനകത്ത് ലൈറ്റൊക്കെ ഇട്ടിട്ട് താക്കോൽ പഴുത് അപ്പുറത്ത് മോട്ട ഉണ്ടാക്കിയിട്ട് ഇതിൽ കൂടെ ഷൂട്ട് ചെയ്താല് താക്കോൽ പഴുതിലൂടെ നോക്കുന്ന പോലെ തോന്നും. ഇത് സ്പാനർ പോലെ സത്യം കണ്ടപ്പോ വാങ്ങിച്ചതാ. കാലിബ്രേഷൻ നടത്തിയിട്ടില്ല, ഭംഗിക്ക് ഉണ്ടാക്കിയേക്കണത്. നിനക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. എന്നാലും എന്റെ നമ്മളെ വീട്ടില് ഡിസ്പ്ലേ ആയിട്ട് വെക്കാലോ. അത് നല്ല ഐഡിയ. ഉപയോഗിച്ചില്ലെങ്കിൽ നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. അപ്പൊ ഇന്നത്തെ എക്സ്പെരിമെന്റ് എന്തൊക്കെയായിരുന്നു ചേട്ടാ? ഇത് എക്സ്പെരിമെന്റ് അല്ല, ഇത് ഞാൻ അവസാനം ഇന്നത്തെ ലഞ്ചിന് ശേഷം പച്ചമാങ്ങ ജ്യൂസ് അടിച്ചു കൊടുത്തതാ. ഇന്നത്തെ കടുകിട്ട മീൻകറി, കടുകരച്ച മീൻകറി, ഒരു ബംഗാളില് പോയ ഒരു ഓർമ്മയ്ക്കായി. ചേട്ടൻ മീൻ കഴിക്കാൻ തുടങ്ങിയപ്പോ എനിക്ക് സമാധാനമായി. ഓരോ എക്സ്പെരിമെന്റ് ഒക്കെ ചെയ്യാലോ. അപ്പൊ ബംഗാളി ഫിഷ് കറി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കുറെ എനിക്കൊരു വീഡിയോ എടുത്തു തന്നു. അതുപോലെ ഉണ്ടാക്കി ഞാൻ കൊടുത്തു. അപ്പോൾ മലയാളികൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നാണ് പുള്ളി പറയുന്നത്. അത് മലയാളികൾക്ക് കടുക് അരച്ചതാവുമ്പോഴേ ഒരു നമ്മുടെ പച്ചടിയിൽ എത്ര നമ്മൾ ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ടിട്ട് തന്നെ ആൾക്കാർ കടുക് എന്ന് പറയുന്നത്. ഇപ്പോൾ 40 ഗ്രാം കടുകാണ് അരച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിൽ. ഇരട്ടി പച്ചമുളക് ഉണ്ടായിരുന്നു. എന്നിട്ടും പോരാന്ന്. അപ്പൊ അതിന്റെ ക്ഷീണം തീർക്കാൻ വേണ്ടിട്ട് ഒരു പച്ചമാങ്ങ ജ്യൂസ് അടിച്ചു കൊടുത്തു. പിന്നെ നമ്മുടെ പെരി ചിക്കൻ ഗ്രില്ല് ചെയ്തത് ഇരിപ്പുണ്ട്. അങ്ങനെ പരീക്ഷണങ്ങളായിരുന്നു. അപ്പൊ ഇതൊക്കെ അടുത്ത് തന്നെ വീഡിയോ ആയി വരുന്നതായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കേട്ടോ. അപ്പോഴേ എന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ജാൻ ചേട്ടൻ ഓടിക്കുന്ന ബൈക്കിന്റെ ബാക്കിൽ, വേറെ ബൈക്കിലല്ല, ജാൻ ചേട്ടന്റെ ബൈക്കിൽ പോകണം എന്നുള്ള കാര്യം. പക്ഷെ എന്നോട് പറഞ്ഞത് നടക്കുന്ന കാര്യമില്ല എന്ന് പറഞ്ഞു. എന്താണെന്നറിയില്ല, പുള്ളിക്ക് ഇപ്പോ പേടിയാണെന്തോ അല്ലേ? ഇല്ല, എന്തായാലും എന്റെ കൂടെ അപ്പൊ ഒരു സൈക്കിൾ വാങ്ങിച്ചു. അച്ഛനും മോനും വേറെ സൈക്കിൾ, എന്റെ സൈക്കിൾ അവയ്ക്ക് കൊടുത്തു. പിന്നെ അച്ഛൻ വേറെ സൈക്കിൾ വാങ്ങിച്ചിട്ട് അപ്പൊ ഞാൻ പറഞ്ഞു എന്നെ അറ്റ്ലീസ്റ്റ് സൈക്കിളിന്റെ മേലെങ്കിലും എടുത്തോന്ന് പറഞ്ഞപ്പോ പിന്നെ സമ്മതിച്ചു. അങ്ങനെ ഞങ്ങളെ സിൽക്ക് നോയസിലത്തെ ചോളം. പിന്നെ അപ്പൊ നാട്ടില് പോയിട്ട് ഇനി അടുത്ത
പ്രാവശ്യം വെക്കേഷൻ പോകുമ്പോ നാട്ടിൽ പോകുമ്പോ ഇതേപോലെ തന്നെ ശരിക്കുള്ള ഇതേപോലെ സൈക്കിൾ ചവിട്ടിയിട്ട് കൂട്ടാൻ്റെ സൈക്കിളിൽ എത്തിക്കൊണ്ടുപോകാം. കുട്ടാട്ട സൈക്കിളായാലും കുഴപ്പമൊന്നുമില്ല, എനിക്ക് സൈക്കിളിൽ അല്ലെങ്കിൽ ബൈക്കിൽ എന്തായാലും ആഗ്രഹം സാധിച്ചു തന്നിട്ടുണ്ട് കേട്ടോ. കുറെ പേര് അന്ന് ചേട്ടനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വീട്ടിൽ ചേച്ചിയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കണമെന്ന്. അപ്പൊ ആഗ്രഹം സാധിച്ചു തന്നിട്ടുണ്ട്, അതുകൊണ്ട് താങ്ക്സ്. അപ്പൊ ഞങ്ങള് സൈക്കിൾ യാത്ര തുടരുന്നോ അതോ ഇല്ല, നടന്നു പോയാൽ മതി. ഞാൻ സൈക്കിളോട്ട് കൊണ്ട് നീ നടന്നു. ബൈ. ബൈ. അപ്പൊ ഇന്നത്തെ വ്ലോഗ് ഇവിടെ അവസാനിക്കുന്നു. ടാറ്റാ, ബൈ ബൈ.